പെട്ടെന്ന് തന്നെ ഒരു നേഴ്സ് റൂമിലേക്ക് വന്നു. അനുപമ ഉണർന്നോ? എന്നാൽ പേഷ്യന്റിന് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തോളൂ. പിന്നെ ഇന്ന് 11 മണിയാകും ഡോക്ടർ റൗണ്ട്സിന് വരാൻ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്നോട് പറയണം. അതിനുശേഷമുള്ള മരുന്ന് കൊടുക്കണം. ഇത്രയും പറഞ്ഞ് ആ നേഴ്സ് മുറി വിട്ടു പോയി. എന്നാ ശരി, ഞാൻ പോയി എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് ഒരു പാത്രവും എടുത്ത് മീരയും മുറി വിട്ടു പോയി. മീര പോയപ്പോൾ അനു നന്ദമോളോട് പറഞ്ഞു, മോളെ ആ ഫോൺ എടുക്ക്, അച്ഛനെ വിളിക്കട്ടെ. ഞാൻ ഇന്നലെ ഒരുപാട് വിളിച്ചതാമേ, അച്ഛൻ ഫോൺ എടുത്തില്ല. പിന്നെ കുറെ കഴിഞ്ഞ് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. അവന് ഫോൺ എടുത്ത് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന്. 2 മിനിറ്റ് ശേഷം ഒരു വീഡിയോ കോൾ വന്നു. എന്താടി, ഹോസ്പിറ്റലിൽ ചെന്ന് കിടക്കണോ? അതെങ്ങനെയാ? ഇപ്പൊ തുമ്മൽ ഹോസ്പിറ്റലിൽ പോകും അല്ലെ? ഞാൻ നിന്റെ ആരടി മോളെ? എന്നോടൊരു വാക്കു പറയാതെയാണോടി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയത്? പെട്ടെന്നുള്ള രാജീവിന്റെ ആ സംസാരം കേട്ടപ്പോൾ അനു പെട്ടെന്ന് പേടിച്ച് വിറച്ചുപോയി. മനസ്സിലെ തേങ്ങൽ പെട്ടെന്ന് പുറത്തേക്ക് വന്നു. അവളുടെ ചുണ്ടുകൾ വിറച്ച് വാക്കുകൾ മുറിഞ്ഞുപോയി. ഫോൺ വിളിച്ചിരുന്നല്ലോ. ഓ, ഒന്ന് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞല്ലോ. ഞാൻ എടുത്തില്ലെന്ന് കാണുകയും പറയുകയും ചെയ്യാം. ഹോസ്പിറ്റലുകാർക്കാണെങ്കിൽ അതൊരു ബിസിനസ്സാ. ചെറിയ അസുഖമായാലും അവിടെ പിടിച്ചു കിടത്തും. ഇതേതാ ഹോസ്പിറ്റല്? GM. അനു പതുക്കെ പറഞ്ഞു. നിന്നോട് ആരടി പറഞ്ഞത് GM-ൽ പോകാൻ? അവിടെ കത്തിയാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? സ്വന്തം വരുമാനം ഉണ്ടല്ലോ, അതിന്റെ അഹങ്കാരം. രാജീവ് ഇങ്ങനെയൊക്കെ അനുവിനെ വഴക്കു പറഞ്ഞുകൊണ്ടേയിരുന്നു. അച്ഛൻ എന്ന് വരുവോ? അമ്മയെ വഴക്കു പറയുന്ന കേട്ട് ആ വിഷമം എങ്ങനെയെങ്കിലും മാറ്റാമെന്ന് കരുതി നന്ദമോൾ അച്ഛനോട് ചോദിച്ചു. പിന്നെ ഞാൻ വന്നിട്ട് എന്തിനാ? ഞാനാണോ ചികിത്സിക്കുന്നത്? പിന്നെ എന്നോട് ചോദിക്കാതെ അഡ്മിറ്റ് ആയതല്ലേ? ഒറ്റയ്ക്ക് തന്നെ നിന്നാ മതി. അത് മാത്രല്ല, എനിക്കിവിടെ നല്ല ജോലിയുണ്ടേ. ഞാനേ കഷ്ടപ്പെട്ട് പഠിച്ചു വാങ്ങിയതാ ഈ ജോലി. അല്ലാതെ നിന്റെ അമ്മയെപ്പോലെ പെറ്റതള്ള മരിച്ചതിന്റെ ഒഴിവിൽ കയറിയതല്ല. ഞാനിനി അടുത്ത ആഴ്ച വരും എന്നും പറഞ്ഞ അയാൾ ഫോൺ കട്ട് ചെയ്തു. ഒരു മറുപടിയും പറയാതെ തന്റെ സങ്കടം അടക്കി പിടിക്കാൻ കഴിയാതെ വിങ്ങി പൊട്ടുകയായിരുന്നു അനു. അനുവിന്റെ തേങ്ങൽ കണ്ടിട്ട് നന്ദമോള് പറഞ്ഞു, സാരില്ലമ്മ, അമ്മ കരയല്ലേ, അമ്മ കരയല്ലേ അമ്മ എന്നും പറഞ്ഞ് നന്ദമോള് തേങ്ങാൻ തുടങ്ങി. മോളുടെ കരച്ചിൽ കേട്ടപ്പോൾ അനു സ്വയം കരച്ച് നിയന്ത്രിക്കാൻ ശ്രമിച്ചു. നന്ദമോളൊന്ന് തലോടി. അനു കണ്ണുകൾ അടച്ചു കിടന്നു. എന്താ രാജീവേട്ടാ, നിങ്ങൾക്ക് അല്പം പോലും സ്നേഹം എന്നോടില്ലേ? വെറുതെയെങ്കിലും പനി മാറിയോ, കുറവുണ്ടോ എന്നൊന്ന് ചോദിക്കാൻ തോന്നിയോ? ഇല്ലല്ലോ. ബാലമോളുടെ വിശേഷമൊന്നും നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നോടിങ്ങനെ? എനിക്കാരുമില്ലെന്ന് അറിഞ്ഞുകൂടെ? എന്നോടെന്താ ഇത്ര അവഗണന? അനുവിന്റെ കൺകോണിൽ നിന്ന് നീർച്ചാലുകൾ ഒഴുകിയിറങ്ങി. ഫാസ്റ്റിങ്ങിനുള്ള ഫുഡ് കൊടുത്ത് ക്യാനിലേക്ക് വരികയായിരുന്നു രൂപേഷും മാലതി അമ്മയും. പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു വിളി കേട്ടു. രൂപേഷ് സാർ. ഹലോ സാറേ. പെട്ടെന്ന് അമ്മയും രൂപേഷും തിരിഞ്ഞു നോക്കി. ധൃതി പിടിച്ച് നടന്നു വരികയായിരുന്നു മീര. എന്റെ സാറേ, ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. ഹലോ മീര, താൻ എന്താ ഇവിടെ? ഒന്നും പറയണ്ട സാറേ, അനുവിന് പനി അധികമായി, ഇവിടെ അഡ്മിറ്റാണ്. അല്ല സാറെന്താ, ആരെങ്കിലും കാണാൻ വന്നതാണോ? ഇതാണ് എൻ്റെ അമ്മ. ഞാൻ അമ്മയെ ചെക്കപ്പിന് കൊണ്ടുവന്നാണ്. ബ്ലഡ് കൊടുത്തു. ഇനി ഭക്ഷണം കഴിച്ച് 1.5 മണിക്കൂർ കഴിഞ്ഞ് ഇനി വീണ്ടും കൊടുക്കണം. രൂപേഷ് അമ്മയെ ഇടത് കൈകൊണ്ട് ചേർത്ത് നിർത്തി പറഞ്ഞു. അമ്മേ, ഇത് മീര, എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ ക്ലർക്കാണ്. മീരയെ കണ്ടപ്പോൾ മാലതിമ അടിമുടി മീരയെ നോക്കി. നമസ്കാരം അമ്മേ. കൈ കുപ്പിക്കൊണ്ട് മീര പറഞ്ഞു. നമസ്കാരം മോളെ. രൂപേഷിന്റെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് മാലതിയമ്മ 2 കൈകൊണ്ടും മീരയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. മോളുടെ വീട് എവിടെയാ? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട് ഒല്ലൂരാണമ്മേ. വീട്ടിൽ മീര പറയുമ്പോഴേക്കും രൂപേഷ് ഇടയിൽ കയറി പറഞ്ഞു. അതെ, ഇവൾ കെട്ടിയതാ. ഭർത്താവിന്റെ പേര് ദേവദാസ്. മെയിൽ നേഴ്സാണ്. ഒരു മകനുണ്ട്. ഇപ്പോ അമ്മയ്ക്ക് സമാധാനമായല്ലോ എന്ന് മാലതിയമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് നേരെ മീരയുടെ അടുത്തേക്ക് തിരിഞ്ഞു. എന്റെ പൊന്നു മീരെ, ഏതെങ്കിലും പെൺകുട്ടികളെ കണ്ടാൽ അപ്പ അമ്മ കല്യാണം ആലോചിക്കും. ഈ സംസാരം എവിടെ വന്ന് നിൽക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് മുൻപ് ഞാൻ ഇടയിൽ കയറി പറഞ്ഞത്. രൂപേഷ് പറയുന്ന കേട്ട് മാലതി അമ്മയുടെ മുഖം കൂർത്തു വന്നു. മകനെന്ന് കൂർപ്പിച്ച് നോക്കിയിട്ട് അവർ മീരയോട് പറഞ്ഞു. എന്റെ മോളെ, ഇതാണ് ഇവന്റെ സ്വഭാവം. ഞാൻ ഇവനെ കല്യാണം ആലോചിക്കുമോ എന്ന് പേടിയ ഇവന്. ഇപ്പോഴും ഇള്ളാക്കുട്ടിയാണെന്ന അവന്റെ വിചാരം എന്നും പറഞ്ഞ് മാലതിയമ്മ രൂപേഷിനെ ദേഷ്യത്തോടെ നോക്കി. അപ്പോൾ രൂപേഷ് ഒരു കള്ളച്ചിരിയോടെ അമ്മയെ കണ്ണിറുക്കി കാണിച്ചു. മീര ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ വന്നതാണ് അല്ലേ? രൂപേഷ് മീരയോട് ചോദിച്ചു. അതെ സാർ, അനൂപിന് ഫുഡ് കൊടുത്തിട്ട് വേണം മെഡിസിൻ കഴിക്കാൻ, മീര പറഞ്ഞു. എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൂടി വാങ്ങാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അനുവിന്റെ റൂമിൽ പോയി കഴിക്കാം. എന്തായാലും അമ്മയ്ക്ക് കുറച്ച് ചെക്കപ്പുകൾ കൂടെ ഉണ്ട്. ആ സമയം വെറുതെ അവിടെയും ഇവിടെയും ഇരുന്ന് കളയണ്ടല്ലോ. മീര, ഒരു കാര്യം ചെയ്യാം, അമ്മയും കൊണ്ട് മുറിയിലേക്ക് പൊയ്ക്കോ. സാർ, അത് മീര നിന്ന് വിക്കി. വാ മോളെ, നമുക്ക് പോകാം എന്നും പറഞ്ഞ് മീരയുടെ കൈ പിടിച്ച് മാലതിയമ്മ വലിച്ചു.
അത് പിന്നെ സാറിന് ബുദ്ധിമുട്ട് എന്നൊക്കെ മീര വിക്കി വിക്കി പറഞ്ഞു. യു ഡോണ്ട് വറി ഐസേ എന്നും പറഞ്ഞ് എന്നൽപ്പം ശബ്ദം കനപ്പിച്ച് പറഞ്ഞിട്ട് മീരയുടെ കയ്യിലുള്ള പാത്രം വാങ്ങി. മീര അപ്പോൾ അല്പം ഭയന്ന് വേഗം പാത്രം രൂപേഷിന്റെ കയ്യിൽ കൊടുത്തിട്ട് അമ്മയുടെ കൂടെ റൂമിലേക്ക് പോയി. മീര പെട്ടെന്ന് പോകുന്നതിന് രൂപേഷിന്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. എന്റെ മോളെ, ഇതാണ് ഇവന്റെ സ്വഭാവം. അവൻ എന്ത് വിചാരിക്കുന്നോ അത് നടക്കണം. ചെറുപ്പത്തിലെ അല്പം കൊഞ്ചിച്ചാണ് വളർത്തിയത്. അതിന്റെ കുഴപ്പ. ഇനി കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണുമായി ഇവൻ എങ്ങനെ ഒത്തുപോകുമോ എന്തോ. പോകുന്ന വഴിയെ മാലതിയമ്മ മീരയോട് പറഞ്ഞു, സാർ ഓഫീസിൽ നല്ല സ്ട്രിക്റ്റ് ആണമ്മേ. ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നത് തന്നെ കുറവാണ്. ചില സമയത്ത് ഒരു കലിപ്പൻ മൂടാണ് ആൾക്ക്. മീര പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് അവർ മുറിയിലെത്തി. മുറിയിൽ മാലതിയമ്മയെ കണ്ടപ്പോൾ അനു പെട്ടെന്ന് അമ്പരപ്പോടെ നോക്കി. ഇത് ആരാ മീര? നിന്റെ ആരെങ്കിലും ആണോ? അനു സംശയത്തോടെ ചോദിച്ചു. അമ്മ ഇരിക്കെ. മീര ഒരു കസേര വലിച്ചിട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഓഫീസിലിരുന്ന് സെറീനയുടെ ഫോണിലേക്ക് മെസ്സേജ് കോളും മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രാജീവ്. സെറീന മറുപടി തരാത്തിന്റെ ദേഷ്യത്തിലാണ് അയാൾ. കുറെ സമയം വിളിച്ചു കഴിഞ്ഞ് ദേഷ്യം വന്നപ്പോൾ ഫോൺ മാറ്റിവെച്ച് നഖം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഓഫീസിലേക്ക് കടന്നു വരുന്ന പുതിയ ഒരു പെണ്ണിലേക്ക് രാജീവിന്റെ കണ്ണുപോയി. വെളുത്ത നിറവും നീണ്ട മുടിയും നല്ല ഉയരവുമുള്ള അല്പം പോലും തടിയില്ലാത്ത ഒരു പെൺകുട്ടി. അവളുടെ ചുണ്ടുകൾക്ക് സ്വാഭാവിക ചുവപ്പ് നിറം. അവളുടെ ശരീരത്തിന്റെ അംഗലാവണ്യം മുഴുവനും നോക്കി ആസ്വദിക്കുകയാണ് രാജീവ്. പെട്ടെന്ന് ആ പെൺകുട്ടി രാജീവിന്റെ അടുത്തേക്ക് നടന്നു വരുന്നത് പോലെ അവന് തോന്നി. ഒരു കറുപ്പ് സാരിയാണ് ആ പെൺകുട്ടി ഉടുത്തിരുന്നത്. ആ കറുപ്പ് സാരിയിൽ അവളുടെ ശരീരത്തിന്റെ വെളുത്ത നിറം വെട്ടിത്തിളങ്ങി. അവളുടെ നെറ്റിയിലെ ചുവപ്പ് രാശി കണ്ടപ്പോൾ രാജീവിന്റെ മുഖം മങ്ങി. ഓ, ഒന്ന് കെട്ടിയതാണ് അല്ലേ? എന്നാലും അധികം മുടഞ്ഞിട്ടില്ല. അയാളുടെ കണ്ണുകൾ അവളെ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന മാറിടങ്ങളിൽ അലഞ്ഞു നടന്നു. ഗുഡ് മോർണിംഗ് സാർ. ഹലോ സാർ. അവളുടെ ശബ്ദം കേട്ടിട്ട് മുഖത്തൊരു എക്സ്പ്രഷനും ഇല്ലാതെ അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ ഏതോ ഒരു സ്വപ്നലോകത്തെന്ന പോലെ ഇരുന്നു രാജീവ്. അവൾ മുഷ്ടി മടക്കി ഡെസ്കിൽ തട്ടി വിളിച്ചപ്പോഴാണ് അയാൾ ഉണർന്നത്. എന്താ പറയൂ, രാജീവ് പറഞ്ഞു. ഞാൻ മിനിഞ്ഞാന്നാണ് ഇവിടെ ജോയിൻ ചെയ്തത്. LD ക്ലർക്കായി. അന്ന് സാർ ലീവായിരുന്നു. ആണോ? ഇരിക്കൂ. പെട്ടെന്നുള്ള അമ്പരപ്പ് വിട്ടു മാറാതെ രാജീവ് പറഞ്ഞു. എന്താ പേര്? തനുജ മഹാദേവൻ. തൃശ്ശൂരാണോ? എവിടെയോ മുമ്പ് കണ്ടിട്ടുള്ളതുപോലെ. രാജീവ് ഒരു നമ്പർ ഇട്ടു. അല്ല സാർ, വീട് കാസർഗോഡാണ്. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തനിക്ക് പുതിയ ഇരയെ കിട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ രാജീവ് ക്രൂരമായി ചിരിച്ചു. ഒരു തൂക്കുപാത്രത്തിൽ കഞ്ഞിയും പ്ലെയിൻ ദോശയും ചട്നിയും സാമ്പാർ, ഉഴുന്നുവട, പൂരി മസാല, 2 കുപ്പി വെള്ളവും വാങ്ങി വളരെ പ്രയാസപ്പെട്ട് രൂപേഷ് മുറിയിലേക്ക് കയറി വന്നു. രൂപേഷിനെ കണ്ടപ്പോൾ അനു പെട്ടെന്ന് എണീറ്റിരുന്നു. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ടേബിൾ വെച്ച് വാഷ്റൂമിൽ പോയി കൈ കഴുകി തിരിച്ചു വന്നു. ഇപ്പോ എങ്ങനെയുണ്ടോ? അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അനുവിനോട് ചോദിച്ചു. കുറവുണ്ട് സാർ. സാറിന് ബുദ്ധിമുട്ടായി അല്ലേ? എന്ത് ബുദ്ധിമുട്ടാണ്? ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ എന്നും പറഞ്ഞ് അവൻ മുറി മൊത്തം കണ്ണു ഓടിച്ചു. റൂം നന്നായിട്ടുണ്ടല്ലോ. TV, AC, 2 കട്ടിൽ, ഒരു സോഫ, 2 ചെറിയ ടേബിൾ, 2 കസേര. നല്ല സൗകര്യമുള്ള റൂമാണല്ലോ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എത്ര ഇതിന് വാടക? 4000 രൂപയാണ് സാർ ഒരു ദിവസത്തെ വാടക. ഇന്നലെ വൈകുന്നേരം അഡ്മിറ്റ് ആയപ്പോൾ റൂമൊന്നും ഒഴിവുണ്ടായിരുന്നില്ല. ഈ റൂം തന്നെ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് കിട്ടിയത്. ഈ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ട് വാർഡിൽ കിടക്കാൻ കഴിയോ? അതുകൊണ്ട് കാശ് നോക്കിയില്ല. മീരയാണ് ഇതിന് മറുപടി പറഞ്ഞത്. അതേതെല്ലാം നന്നായി. അമ്മേ, ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യാതെ വരുമ്പോ അഡ്മിഷൻ എങ്ങാനും പറഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള വലിയ റൂമുകൾ എടുക്കാം. എന്തെല്ലാം സൗകര്യങ്ങളാണ് ഇവർ തരുന്നത്. അവനൊരു കുസൃതിയുടെ മാലതിയമ്മയെ നോക്കി പറഞ്ഞു. ഓ, അമ്മ ഹോസ്പിറ്റലിൽ കിടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പൊന്നുമോൻ. മാലതിയമ്മ രൂപേഷിനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഹോസ്പിറ്റൽ അഡ്മിഷൻ വന്നാൽ എടുക്കാം എന്നല്ലേ മാലൂട്ടി ഞാൻ പറഞ്ഞത്? ഈ മാലുക്കുട്ടി അങ്ങനെ എപ്പോഴും പിണങ്ങും. ഇവരുടെ സംസാരം കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് മീരയും അനുവും നന്ദമോളും ഒക്കെ. മാലുക്കുട്ടിയോ? ഇങ്ങനെയാണോ അങ്കിളെ അമ്മയെ വിളിക്കുന്നത്? നന്ദമോള് അമ്പരപ്പ് വിട്ടുമാറാതെ ചോദിച്ചു. അതെ മോളെ, ഇതെന്റെ ചക്കര കുട്ടിയ. മാലതിയമ്മയുടെ താടിൽ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് രൂപേഷ് പറഞ്ഞു. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം, 50 വയസ്സാകാറായി, എന്നിട്ടും അവന്റെ കുട്ടികളെ മാറിയിട്ടില്ലെന്നും പറഞ്ഞ് അവന്റെ കൈ തട്ടി മാറ്റി മാലതിയമ്മ. അമ്മയുടെയും മകന്റെയും കുസൃതിയും കുറുമെല്ലാം കണ്ടിട്ട് നന്ദമ്മോളുടെയും അനുവിന്റെയും ഒക്കെ ദുഃഖങ്ങൾ എവിടെ ഓടി മറിഞ്ഞു. അവർ മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ തുടങ്ങി. ശരി, ഇനി ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങൾ എടുത്തുകൊണ്ട് രൂപേഷ് പറഞ്ഞു. അവൻ തന്നെയാണ് എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്തത്. ഒരു പാത്രത്തിൽ പൂരി എടുത്ത് കഴിക്കാനിരിക്കുമ്പോഴാണ് അടുത്ത കട്ടിൽ കിടക്കുന്ന ബാലമോള് ചിടങ്ങുന്നത് കണ്ടത്. സുന്ദരിമോൾ എണീറ്റോ? കഴിക്കാനെടുത്ത ഭക്ഷണം ടേബിളിൽ വെച്ച് രൂപേഷ് ബാലമോളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവളെ കൈകളാൽ കോരിയെടുക്കാൻ നോക്കി. പരിചയമില്ലാത്തത് കൊണ്ട് കുട്ടിക്ക് അല്പം ഭയം തോന്നി. അമ്മേ, അമ്മേ
എന്നും പറഞ്ഞ് കുട്ടിക്ക് അറിയാൻ തുടങ്ങി. അയ്യോ സാർ ഭക്ഷണം കഴിക്കാൻ ഇരുന്നോളൂ, ഞാൻ കുഞ്ഞിനെ എടുക്കാം, മീര പറഞ്ഞു. സാരില്ല, നിങ്ങൾ ഭക്ഷണം കഴിച്ചു തുടങ്ങിയതല്ലേ, നിങ്ങൾ കഴിച്ചോളൂ, ഞാൻ മോളെ എടുക്കാം. വേണ്ട സാർ, അവൾക്ക് ഇന്നലെ നല്ല പനിയായിരുന്നു, വയ്യാതിരിക്കുന്നത് കൊണ്ട് അവൾക്ക് വാശി കൂടുതലാകും, സാറിനെ പരിചയമില്ലാത്തത് കൊണ്ട് സാർ എടുക്കാൻ അവൾ സമ്മതിക്കില്ല, അനു പറഞ്ഞു. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി, ഒരു കുഞ്ഞിനെ നോക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് എന്ന് വളരെ അഭിമാനപൂർവ്വം പറഞ്ഞിട്ട് അവൻ കുഞ്ഞിനെ എടുക്കാൻ ശ്രമിച്ചു. ബാലമോൾ അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് കട്ടിൽ നിന്നും ഇറങ്ങി ഓടിപ്പോയി അനുവിന്റെ കട്ടിൽ പോയിരുന്നു. ആഹാ, അത്രയ്ക്കായോ ഭയങ്കരി, ഇവൾക്കാണോ പനിയായിരുന്നെന്ന് നീ പറഞ്ഞത്? ഇവൾക്കൊരു പനിയില്ലല്ലോ, ബാലമോൾ ആൾ സ്ട്രോങ് ആണല്ലോ എന്നും പറഞ്ഞ് കട്ടിലിന്റെ അടുത്തേക്ക് വന്ന് ബാലമോളുടെ കൈ പിടിച്ചു വലിച്ചു. നോക്കട്ടെ അങ്കിള്, ശക്തി ഉണ്ടോന്ന്? ബാലമോൾക്ക് നല്ല ശക്തിയെന്നും പറഞ്ഞ് രണ്ട് കൈയും വിരലുകളും ചുരുട്ടിപ്പിടിച്ച് രണ്ട് കൈയും ഉയർത്തി അമ്പടി കേമി, നിനക്കിത്ര ശക്തിയുണ്ടോ എന്നും പറഞ്ഞ് ബാലമോളെ മടിയിൽ കയറ്റിയിരുത്തി അവളെ ഇക്കിളിയാക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ആരോടും മടക്കാത്ത ബാലമോള് മിനിറ്റുകൾക്കുള്ളിൽ രൂപേഷിന്റെ പെറ്റായി മാറി. രൂപേഷ് കുഞ്ഞിനെയും കൊണ്ടുപോയി പല്ല് തേപ്പിച്ചു. കുഞ്ഞിന് ദോശ വാരിക്കൊടുത്തു. പക്ഷെ കുഞ്ഞിന് ഇഷ്ടം പൂരിയായിരുന്നു. ഇന്നലെ പനിച്ചത് കൊണ്ട് ഇന്ന് എണ്ണമെഴുക്കുള്ള ഒന്നും കഴിക്കണമെന്ന് അനു പറഞ്ഞതുകൊണ്ട് കുഞ്ഞിന് ദോശയും ചട്നിയുമാണ് കൊടുത്തത്. ഭക്ഷണത്തിന് ശേഷം അവൻ ബാലമോൾക്കും നന്ദമോൾക്കും ഓരോ കഥ പറഞ്ഞു കൊടുത്തു. ആ കുട്ടികളോട് അനു വല്ലാതെ മറ്റാരും ഇത്ര സ്നേഹത്തിൽ പെരുമാറിയിട്ടില്ല. മാലതിയമ്മയുടെയും രൂപേഷിന്റെയും സാന്നിധ്യം അനുവിന്റെ ദുഃഖങ്ങളെല്ലാം കുറച്ചു നേരത്തേക്ക് മാറ്റിക്കൊടുത്തു. സാറിന് ഇങ്ങനൊരു മുഖമുണ്ടായിരുന്നു, ഓഫീസിൽ ഒരു കലിപ്പനാണല്ലോ, മീര മാലതിയമ്മയോട് ചോദിച്ചു. അതൊക്കെ അവന്റെ അഭിനയല്ലേ മോളെ, ഇതാണ് ഇവന്റെ യഥാർത്ഥ സ്വഭാവം. 5 വയസ്സായ കുട്ടികളുടെ മുന്നിൽ ഇവൻ 4 വയസ്സുകാരനായി അഭിനയിക്കും, 1 വയസ്സായ കുട്ടിയുടെ മുമ്പിൽ ഇവൻ 6 മാസക്കാരനായി അഭിനയിക്കും. മാലതിയമ്മ അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. മുഴുവൻ അഭിനയാണല്ലേ, മീര ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ലുക്ക് മീര, ഞാൻ നിന്റെ സൂപ്രണ്ടാണ്. ലുക്ക് അമ്മ, ഞാൻ നിങ്ങളുടെ മകനാണ്, അത് ഓർത്താൽ രണ്ടിനും കൊള്ളാം. രൂപേഷ് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് രണ്ടാളോടും പറഞ്ഞു. ഞങ്ങൾ പറയുന്നതാണ് അവന് കുഴപ്പം, അവന് പ്രവർത്തിക്ക് ഒരു കുഴപ്പമില്ല. അല്ല പിന്നെ, മാലതിയമ്മ മുഖം കോട്ടിക്കൊണ്ട് പറഞ്ഞു. അമ്മ ഒരു കാര്യം ചെയ്യ്, സാറിനെ ഒരു പെണ്ണ് കെട്ടിക്ക്, അപ്പൊ ഈ കുട്ടിക്കളിയും കുസൃതിയും എല്ലാം മാറും. മീരയാണ് ഇത് പറഞ്ഞത്. എന്താ സാറേ ഇത്ര പ്രായമായിട്ടും പെണ്ണ് കെട്ടാത്തത്? മീര രൂപേഷിനോട് ചോദിച്ചു. അതിനൊരു പുഞ്ചിരി മാത്രമായിരുന്നു രൂപേഷിന്റെ മറുപടി. അത് ഞാൻ പറയാം മോളെ. മറുപടി അവനോട് ചോദിച്ചാൽ അവൻ ചിരിച്ചിട്ടും കളിച്ചിട്ടും ആ വിഷയം മാറ്റിക്കളയും. മുൻപ് ഒരുത്തിയെ പ്രേമിച്ചതിന്റെ പേരിൽ ഇപ്പൊ വിരഹദുഃഖം പാടി നടക്കുകയാണ് ഇവൻ. ദൈവമേ, ആവശ്യമില്ലാത്തത് പറയരുത്. ആര് വിരഹദുഃഖം പാടി നടന്നെന്നാ പറയണേ? പണ്ട് ഒരുവിള സ്നേഹിച്ചു എന്നത് സത്യമാണ്. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പഠനം കഴിഞ്ഞപ്പോൾ അവളുടെ കല്യാണമായി. എന്നെനിക്ക് ജോലിയില്ലായിരുന്നു. ജോലിയുള്ള ഒരു ദുബായ്ക്കാരനെ അവൾ കെട്ടി. ഇപ്പൊ 2 കുട്ടികളുമായി. രൂപേഷ് അല്പം ദേഷ്യം അഭിനയിച്ച് അമ്മയോട് പറഞ്ഞു. അവളുടെ എല്ലാ വിവരങ്ങളും അറിയുന്നുണ്ടല്ലോ എന്റെ പൊന്നുമോൻ. ആ, വിവരങ്ങളൊക്കെ അറിയാനാണോ ഇപ്പോഴത്തെ കാലത്ത് ബുദ്ധിമുട്ട്? ഒരു 20 വയസ്സുള്ള എനിക്ക് കൗമാരപ്രായത്തിൽ തോന്നിയ ഒരിഷ്ടം അത്രയുള്ളൂ. അല്ലാതെ അവളിനെ തേച്ചിട്ട് പോയതൊന്നുമല്ല. വെറുതെ എന്റെ പഴയ കാമുകിയെ പറ്റി അനാവശ്യം പറയരുത്, അവനൊരു കുസൃതി നിറഞ്ഞ ചിരിയുടെ അമ്മയോട് പറഞ്ഞു. ഓ, ഇത്ര വിശാല മനസ്സിൽ ഒരുവനാണ് എന്റെ മകൻ, നമ്മ അറിഞ്ഞില്ലല്ലോ. 50 വയസ്സാകാറായി, ഇനി ഇവൻ എന്ന് പെണ്ണ് കെട്ടാനാ? പെണ്ണ് കെട്ടുന്ന കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറും. എന്റെ കണ്ണടിയുമ്പെങ്കിലും ഇതിനൊരു കുടുംബം ഉണ്ടായി കാണാൻ ആഗ്രഹമുണ്ട്. നടക്കുമോ എന്തോ, മാലതിയമ്മ അല്പം സെന്റിമെന്റ്സിൽ പറഞ്ഞു. എന്തിനാണ് സാർ അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അനു രൂപേഷിനോട് ചോദിച്ചു. അനുപമേ, ഇത് വെറും നാടകമാണ്, ഈ സെന്റിമെന്റ്സിലൊന്നും വീഴല്ലേ. കല്യാണക്കാര്യം പറഞ്ഞാൽ അപ്പ കണ്ണടയ്ക്കുന്ന കാര്യം പറയും. എന്താമ്മ, എന്നും കണ്ണ് തുറന്ന് പിടിച്ചാണോ ഉറങ്ങാറ്? എന്നും കണ്ണടച്ചല്ലേ ഉറങ്ങുന്നത്? എന്നിട്ട് പറയാ ഞാൻ പെണ്ണ് കെട്ടിട്ടേ കണ്ണടയ്ക്കാൻ പറ്റുമെന്ന്. പിന്നെ എന്റെ പാവം ഭാര്യ അമ്മ പോരെടുത്ത് കഷ്ടപ്പെടുത്തില്ലെന്ന് ആര് കണ്ടു? രൂപേഷ് അല്പം കളിയാക്കി അമ്മയെ നോക്കി പറഞ്ഞു. കണ്ടില്ലേ മോളെ ഇവന്റെ സ്വഭാവം? ഈ വർത്തമാനം കേൾക്കുമ്പോഴാ എനിക്ക് ദേഷ്യം വരുന്നത്, മാലതിയമ്മ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. സെയിം ബീച്ച്, അതന്നെയാ എനിക്കും ദേഷ്യം വരുന്നത്. അമ്മ നേരത്തെ എന്താ പറഞ്ഞേ? 50 വയസ്സോ 4 കൊല്ലോ എന്തിനാ അമ്മയെ കൂട്ടി പറയുന്നത്? അതെ, ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാകില്ലെന്നും പറഞ്ഞ് രൂപേഷ് എഴുന്നേൽക്കാൻ നോക്കി. അങ്കിള് പോവാണോ? അങ്കിള് പോകണ്ട. ബാലമോള് കരയാൻ തുടങ്ങി. പോവല്ലേ അങ്കിളെ, അങ്കിൾ പ്ലീസ് പോവല്ലേ. നന്ദമോളും ബാലമോളും കൂടി രൂപേഷിനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു. നിങ്ങൾക്ക് അങ്കിളിനെ അത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അങ്കിളിനെ ദത്തെടുത്തോ, എനിക്ക് സമാധാനമായി ജീവിക്കാലോ, മാലതിയമ്മ തമാശ രൂപേണ പറഞ്ഞു. കുട്ടികളുടെ സ്നേഹം കണ്ടപ്പോൾ രൂപേഷിന്റെ കൺകോണിൽ നനവ് പടർന്നു. അത് മറച്ചു വെച്ചുകൊണ്ട് അവൻ ബാലമോളെ എടുത്ത് അവളെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. അങ്കിള് പോയിട്ട് പിന്നെ വരാം, വഴക്കുണ്ടാക്കാതെയും കുസൃതി കാട്ടാതെയും ഇരിക്കണം കേട്ടോ രണ്ടുപേരും എന്നും പറഞ്ഞ് കുട്ടികളിൽ തലോടി അവൻ മുറിയുടെ പുറത്തേക്കിറങ്ങി. മാലതിയമ്മ അനുവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. എന്റെ മോള് വിഷമിക്കരുത്, എല്ലാം ശരിയാക്കും. പിന്നെ വൈകുന്നേരത്തേക്കുള്ള കഞ്ഞി ഞാൻ കൊടുത്തുവിടാം.
അയ്യോ അമ്മേ അത് വേണ്ട, അനു പറഞ്ഞു. രോഗി അഭിപ്രായമൊന്നും പറയണ്ട, ഞാൻ പറയുന്നങ്ങ് കേട്ടാൽ മതി എന്നും പറഞ്ഞ് കൃത്രിമ ദേഷ്യം കാണിച്ച് മാലതിമ അനുവിൽ നിന്ന് തലോടി മീരയോട് യാത്ര പറഞ്ഞ് മാലതിമയും പുറത്തിറങ്ങി. അവർ പോയതിനു ശേഷം നിരാശരായ കുട്ടികൾ TV ഓണാക്കി അത് വെച്ചിരുന്നു. സാറും അമ്മയും എന്ത് നല്ല മനുഷ്യരാണല്ലേ. സാറിനെ കണ്ടാൽ ഇതുപോലെ കുസൃതി കാണിക്കുന്ന ഒരാളായി തോന്നില്ല. പക്ഷേ ആ അമ്മയുടെയും മകന്റെയും സ്നേഹം കാണുമ്പോൾ അവരുടെ വീട്ടിലോ ബന്ധത്തിലോ ആരുമായി ജനിച്ചില്ലല്ലോ എന്ന വിഷമം മാത്രമേ ഉള്ളൂ. അനു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരിയാണ് അനു, ഞാനും അത് ചിന്തിച്ചു. ഓഫീസിൽ സാറ് വലിയ പുലിയാണ്, അമ്മയുടെ അടുത്താണെങ്കിൽ പൂച്ചക്കുട്ടി. നല്ല ഭാഗ്യം ചെയ്ത അമ്മയും മകനുമാണ് അവർ, മീര പറഞ്ഞു.